7 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. പക്ഷേ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് 8 വയസ്സിൽ ഒരു കുട്ടിക്ക് എന്തെല്ലാം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ കുട്ടികളിൽ വരുന്ന സ്വയം മനസ്സിലാക്കേണ്ട വിഷയങ്ങളും ആ കുട്ടികളിൽ വരുന്ന അലസത, പ്രത്യേകിച്ച് മടിയൊക്കെ വരാനുള്ള ഒരു പ്രായമാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. അതേപോലെ ഈ വായനാശീലവും ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അൽഹംദുലില്ലാ. നമുക്ക് സാറേ അതൊന്ന് വിശദീകരിച്ച ഉപകാരമാണ്. 8 വയസ്സ് എന്ന് പറയുമ്പം കുട്ടിയുടെ ഒരു 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 പ്രത്യേകമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പൂജാതനാകുന്ന നിമിഷം മുതൽ രക്ഷകർത്താക്കൾ മക്കളുടെ വളർച്ചയെ വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് പോഷകാഹാരം അടങ്ങിയ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓരോ പ്രായത്തിലും ഓരോ തരം ചിട്ടകളും ഓരോ തരം വ്യത്യാസങ്ങളും അവരിൽ ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് മുൻകൂറായ ഒരു ധാരണ ഉണ്ടാകണം. അപ്പോൾ 8 വയസ്സിൽ ഞാൻ എടുത്തു പറയാനായിട്ട് കുട്ടി പലതും സ്വയം മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. പല കാര്യങ്ങളും എങ്ങനെയാണ് എന്താണെന്ന്. അപ്പോൾ ഈ സമയത്ത് കുറേ സ്വാതന്ത്ര്യം അവനെടുക്കും. അപ്പോൾ നമ്മൾ പറയുന്ന അല്ലാതെ കുറേ കാര്യങ്ങളും ഈ കുട്ടി ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ് 8 വയസ്സിലുണ്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം എടുക്കുന്നതോടൊപ്പം അലസത ഉണ്ടാവും. അലസത നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കത്തില്ല, ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല, ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കാൻ പറഞ്ഞാൽ അപ്പം ചെയ്യത്തില്ല. ആ വയസ്സിൻ്റെ പ്രത്യേകത ഈ 8 വയസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വെറുതെ കശപിശകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതാണ് 8 വയസ്സിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്കിത് പഠിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യം, കുട്ടിയെ സ്വയം ഓരോ കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം. അതുപോലെ നമുക്ക് സ്വയം ഒരു വീട്ടിലുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ, ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ ഉള്ളി ഉരിച്ചു കൊടുക്കുക, അത് പെൺകുട്ടി മാത്രമാണെങ്കിൽ ആൺകുട്ടികൾ എടുക്കാം. വേറെ പല പച്ചക്കറി അരിയാൻ, ഇതൊക്കെ സ്വയമേ ചെയ്ത് ശീലിക്കണം. അതായത് വീട്ടിലെ മാതാപിതാക്കളോട്. അതെ. പിന്നെ ഈ ഒരു കാര്യമുള്ളത്, സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ തുടങ്ങും. 8 വയസ്സിൽ വരുമ്പോഴത്തേക്ക് പ്രോജക്റ്റുകൾ ചെയ്യാൻ തുടങ്ങും. കളികൾ ഈ സമയത്ത് കുട്ടികളുടെ കളികളിലേക്ക് കൊണ്ടുപോകണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു, ശാരീരികമായ ഓടിച്ചാടിയുള്ള കളികൾ കുട്ടികളിൽ ഉണ്ടാകണം. അതായത് കുട്ടികളുടെ കളി നമ്മൾ ആസ്വദിക്കണം. അതായത് ആസ്വാദനത്തിലൂടെ അവർക്ക് പരിശീലനം കൊടുക്കുന്നത് അവരും കളിക്കണം. ഈ രക്ഷകർത്താക്കളും ഈ കുട്ടികളോടൊപ്പം കളിക്കണം. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ നടക്കണം. മോനാണ് ഈ കാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു സമയമാണ് 7 വയസ്സ് മുതൽ 8 വയസ്സ് 9 വയസ്സ്. ഇനി അങ്ങോട്ട് ഉത്തരവാദിത്തങ്ങൾ കുട്ടിയിൽ കൊടുക്കണം. അവൻ സ്വയം അത് ചെയ്യണം. ഈ കാര്യം ഓർത്തിരിക്കുക. മാഷാ അല്ലാഹ്. അതായത് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ കുട്ടികളെ ഒപ്പം ചേർന്നുകൊണ്ട് അവരുടെ മനസ്സ് പിടിച്ചെടുത്ത് ആ കുട്ടികളുമായിട്ടുള്ള ആ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഉപകാരങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാവുന്നത് മാത്രമല്ല ആ കുട്ടിയുടെ ഭാവിയിലും ഉണ്ടാവും. അൽഹംദുലില്ലാഹ്. വളരെ വിലപ്പെട്ട സമയം സാറ് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.